കോഴിക്കോട് വിലങ്ങാട് 22 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എല്ലാ വർഷവും ഇങ്ങനെ പെരുവഴിയിലാകുമെന്ന് ജനങ്ങൾ പരാതിപ്പെടുകയാണ്. വിലങ്ങാട് നിന്ന് അനൂപ്ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിലങ്ങാട് 145 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത്. ചിലരെ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറ്റി, ബാക്കിയുള്ളവരെ ഈ വിലങ്ങാട് തന്നെയുള്ള പാരീഷിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ വന്നാണോ? അതെ, ഇന്നലെ വന്നു. ഞാനിവിടെ അല്ല, ശരിക്കും ഞാൻ അടിവാരമാണ്. ചേട്ടാ ഇവിടെ റബ്ബർ വെട്ടുന്ന കാരണം ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വെള്ളമായിട്ട് ഇങ്ങോട്ട് മാറ്റിയത്. ഓക്കെ ഓക്കെ. ആദ്യമായിട്ടാണ് ഇവിടെ വിലങ്ങാട് ഒരു മഴക്കാലത്ത് നിൽക്കുന്നത്? ആദ്യമായിട്ടാ. പേടിച്ചോ? എന്താ? പേടിച്ചു പോയായിരുന്നു. നല്ലോണം വെള്ളം ഇന്നലെ പാനോത്ത് ഉരുളുപൊട്ടി എന്ന് പറഞ്ഞ വെള്ളമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. മഞ്ഞച്ചില്ലിയിൽ 2 ചിളിയും ഉരുളുപൊട്ടിയില്ലേ, ആ 2 ചില്ലിയുടെ നടുഭാഗത്തുള്ള വീട്ടുകാരാ. മഴ പെയ്താലോ പോകാൻ ഒരിടവില്ല. ഈ 3ാമത്തെ മഴക്കാലമാണ് ഞങ്ങൾ ഈ ക്യാമ്പിൽ. അവിടുന്ന് താമസം മാറ്റി തരണമെന്ന് പറഞ്ഞിരുന്നു നേരത്തെ? പറഞ്ഞിരുന്നു. എങ്ങോട്ട് മാറാനോ? എവിടെയെങ്കിലും കിടത്തണ പോയി കിടക്കാൻ പറ്റൂലല്ലോ. സർക്കാരും ഇല്ല, ആരും ഇല്ല. അതുകൊണ്ട് 3ാമത്തെ വർഷം ഈ മഴക്കാലത്ത് ഇവിടെ ക്യാമ്പിൽ കിടക്കുന്നത്. ആ പ്രദേശത്ത് കുറച്ച് ആളുകൾക്കും കൂടി സഹായം കിട്ടേണ്ടതായി ബാക്കിയുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ തയ്യാറായിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പം ഞങ്ങൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തത് ഇവിടെ ഒരു കോമൺ ഷെൽട്ടർ ഈ പ്രദേശത്ത് അത്യാവശ്യമാണ്. ഇപ്പം ഒരു പ്രദേശത്തിലെ വേറൊരു പ്രദേശത്ത് നിന്ന് ആളുകളെ മഴക്കാലത്ത് മാറ്റേണ്ട ഒരു സാഹചര്യം ഒരു മലയോര മേഖലയായതുകൊണ്ട് സ്ഥിരമായിട്ടുണ്ട്. ഇനിയും ആളുകൾ ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടി വരുമോ? അതെ, ഇവിടെ ഈ മലയോര മേഖലയിൽ തുടർച്ചയായിട്ടുള്ള കനത്ത മഴയുടെ ഭാഗമായിട്ട് നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് 49 കുടുംബങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കുടുംബങ്ങളെ ഇവിടെ സർക്കാർ സഹായത്തോടു കൂടി മാറ്റി താമസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറേ കുടുംബങ്ങൾ കൂടി ഈ ഭാഗങ്ങളിൽ ബാക്കിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അടിയന്തരമായിട്ട് അതും കൂടി പരിഹരിക്കുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലും നിർദ്ദേശങ്ങളെല്ലാം പോയിട്ടുണ്ട്. വയനാടൻ കാടുകളിൽ മഴ പെയ്താൽ വാണിമേൽ പഞ്ചായത്തിൽ കൂടി ഒഴുകുന്ന മാഹിപ്പുഴയുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരാറുണ്ട്. ഇന്നലെ ഉരുള് പൊട്ടിയിട്ടില്ല. ഇന്നലെ മലയിൽ ഇന്നലെ നല്ല ഈ വിലങ്ങാട് പുഴയിൽ ഈ ഇതുണ്ടായിരുന്നു, നല്ല കലക്ക് വെള്ളം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ മരങ്ങളും മറ്റൊക്കെ ഒഴുകുന്നില്ല. നാശനഷ്ടമൊന്നും ഇന്നലെ ഇന്നുമായിട്ട് സംഭവിച്ചില്ല. നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷെ ജനങ്ങൾ ഇവിടെ ഭയങ്കര ഭീതിയിലാണ്. ഇവിടെ കൃത്യമായ ഒരു, പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങളുടെയും ഇവിടുത്തെ മറ്റ് പൊതുപ്രവർത്തകരുടെയൊക്കെ എന്താ പറയുക, കൃത്യമായ ഇടപെടൽ അതുള്ളത് കൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് ആൾനാശങ്ങളും മറ്റ് നഷ്ടങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളൊക്കെ ഇതിനു വേണ്ടി മാത്രമാണോ, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ? ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ സഹായിക്കാൻ. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഇപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ ആവേണ്ടി വരുന്നുണ്ടല്ലേ? അയ്യോ, വല്ലാതെ കഷ്ടപ്പെടുന്നു. ഞങ്ങൾ മലയങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുള്ള. പക്ഷെ അവിടെ ഞങ്ങൾക്ക് ഒരു പാലം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഉരുളിൽ പോയി. ഇപ്രാവശ്യം അത് വല്ലാണ്ട് വന്ന് വെള്ളം തട്ടി ഇങ്ങനെ പാലം പിന്നെ ഒന്നും ആക്കിയിട്ടില്ല. ഭയങ്കര വിഷമമാവും അതിലൂടെ കടന്നു പോരാൻ. വണ്ടിയൊക്കെ വണ്ടി തിരിക്കാൻ പോലും ഇടയില്ലാത്ത പാലാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിലൂടെ ആ പാലത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഒരു മാർഗവും ഇല്ല, വഴിയില്ല. വീടിൻ്റെ 4 വശം വെള്ളമാണ്. പുറത്തോട്ട് ഞങ്ങൾക്ക് ഇറങ്ങത്തില്ല. ഏലിപ്പെട്ടി കിടക്കുന്ന പോലെ ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾക്ക് ഇതിന് എന്താ സർക്കാർ ഞങ്ങൾക്ക് ചെയ്തു തരണം. ഇതാണ് അവസ്ഥ. വിലങ്ങാട്ടെ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് കാര്യങ്ങൾ. നിഖിൽ ജോസഫിനൊപ്പം വിലങ്ങാട്ട് നിന്ന് അനൂപ്ദാസ്, മാതൃഭൂമി.